ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ വീണ്ടും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ RC കാറുകളാണ്. ഹോബി ഗ്രേഡ് RC കാറുണ്ട്, നമുക്ക് ടോയ് ഗ്രേഡ് RC കാറുണ്ട്. ഈ ഹോബി ഗ്രേഡ് RC കാർ എന്ന് വെച്ചാൽ ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിരിക്കും, നല്ല രസമായിരിക്കും കാണാനായിട്ട്. പക്ഷേ അതിൻ്റെ പ്രൈസ് സെഗ്മെൻറ്റ് ഭയങ്കര ഹൈ ആയിരിക്കും. നമുക്കൊന്നും സാധാരണക്കാരുകളെ കൊണ്ട് ആ കാർ മേടിക്കാൻ പറ്റത്തില്ല, അല്ലെ അതിനുവേണ്ടി അത്രയും ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് അങ്ങ് ഒരു ഹോബി ഗ്രേഡ് RC കാർ കണ്ടായിരുന്നു. ഒരു വില്ലീസ് ജീപ്പാണത്, ഭയങ്കര ക്വാളിറ്റിയാണത് കാണാനായിട്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ഭയങ്കരമാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ തൊട്ട് എനിക്ക് അതുകൊണ്ടൊരു RC കാർ സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് അത്രയും വലിയ ബഡ്ജറ്റ് മുടക്കി അത് സ്വന്തമാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിൽ തുറന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ എത്രത്തോളം സക്സസ് ആവില്ലെന്ന് എനിക്കറിയത്തില്ല, എന്തായാലും ഞാൻ ചെയ്ത് നോക്കുകയാണ്. അത് ഞാൻ ചെയ്ത് നോക്കുന്നത് നമ്മൾ നേരത്തെ മേടിച്ച ഇതുകൊണ്ടൊരു ബഗ്ഗി ടൈപ്പ് ടോയ് ഗ്രേഡ് RC കാറിനകത്താണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രെയിമിനകത്താണ്, ഇതേ റേഷ്യോയിലാണ് ഞാൻ ആ മറ്റേതിൻ്റെ ബോഡി പണിതെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇത് എത്രത്തോളം സക്സസ് ആവില്ലെന്ന് എനിക്കറിയത്തില്ല, എന്നെക്കാട്ടി നല്ലതായിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്ന ചേട്ടന്മാരുണ്ട്. അപ്പോൾ അവരൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് എനിക്ക് പറ്റുവാണെങ്കിൽ ദയവായിട്ടൊന്ന് പറഞ്ഞു തരിക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു 100 ലൈക്ക് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, അതിലോട്ട് നിങ്ങളെ സഹായിച്ചിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ നമ്മുടെ ജീപ്പിൻ്റെ MC ഒഴിച്ച് ഹോളൊക്കെ ഇട്ട് അടച്ചിടമൊക്കെ നമ്മൾ നല്ലതായിട്ട് സാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് സാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഞാൻ പേപ്പർ എല്ലായിടത്തും ഒന്ന് ഓടിച്ചു, നല്ലതായിട്ട് സ്മൂത്ത് ചെയ്യാൻ വേണ്ടി. അതാണ് ഇങ്ങനെ ചെറിയ പാട് കാണിക്കുക. ഇതൊന്നും കുഴപ്പമില്ല, നമുക്ക് പെയിൻറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ മാറിക്കോളും. ബാക്കിയെല്ലാം നമ്മൾ സ്മൂത്ത് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കിലത്തെ ഈ ചെറിയ നമ്മുടെ ഈ മഡ് ഗാർഡിൻ്റെ സൈഡ് ഞാൻ ശകലോടെ കട്ട് ചെയ്ത് കളഞ്ഞു. അത് ഇച്ചിരി വലുതായിട്ട് സമയത്ത് എനിക്ക് ഇച്ചിരി ബോറായിട്ട് തോന്നിയത്. അത് ഞാൻ കട്ട് ചെയ്ത ശകലം അതിൻ്റെ വീതി കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്രണ്ടിൽ ഇതുകൊണ്ട് 2 റൗണ്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഹെഡ്ലൈറ്റ് വെക്കാൻ വേണ്ടി പരുവത്തിന് ഒരു റൗണ്ട് ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഹോൾട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റ് വെക്കാനുള്ള 2 ഹോളും അടിപൊളിയായിട്ട് കഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഹെഡ്ലൈറ്റ് യൂണിറ്റായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് നമുക്ക് പഴയ ടോർച്ച് ഉണ്ടല്ലോ, ഈ ടോർച്ചിനകത്തെ ഒരു പോർഷനാണ്. ഇതിലത്തെ 2 ടോർച്ച് ഞാൻ മേടിച്ചിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പോർഷനാണ് നമ്മൾ ഹെഡ്ലൈറ്റിനകത്തായിട്ട് വെക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്തായിട്ട് ഇതിനകത്തായിട്ടിരിക്കുന്ന രീതിയിൽ ഇതാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇതിലത്തെ 2 ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഇതിനകത്ത് വെക്കുന്ന അളവിൽ കട്ട് ചെയ്തെടുക്കാം.
ഇനി നമുക്കിത് നമുക്കൊരു സാൻഡ് പേപ്പർ ഇട്ടിട്ട് ഇത് ലെവലാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ ടോർച്ചിനകത്ത് റിഫ്ലക്ടർ നമുക്ക് വേണ്ട അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ജീപ്പിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ജീപ്പിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ അവിടുത്തെ റിഫ്ലക്ടർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ ഇതുകൊണ്ടൊക്കെ ഒരു ബാക്കിലത്തെ ബമ്പറോട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും PVC പൈപ്പിനകത്ത് ചെയ്തെടുത്തേക്കുന്നത്. ഇത് ഞാൻ ഇതുകൊണ്ടൊക്കെ 2 പീസ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുകൊണ്ടൊക്കെ ചെയ്തിരിക്കുകയാണ്. ഇതെന്തായാലും നമുക്ക് ബാക്കിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളത് ബാക്കിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബമ്പർ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അത് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടോയ് നമുക്ക് അഴിച്ചെടുക്കാം. ഈ ടോയ് ഞാൻ ഓൾറെഡി അഴിച്ചു വെച്ചേക്കാണ്. ഇതിൻ്റെ ബോഡി നമുക്ക് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലോട്ട് ഇതുപോലൊരു PVC പൈപ്പ് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ തന്നെ ഇതിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ചെക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഈ സ്ക്രൂ ഇങ്ങനെ ഒരു ലൈൻ കിടക്കുന്നത് ഈ PVC ഷീറ്റേ കൂടെ. ഇതനുസരിച്ചാണ് ഞാൻ വീണ്ടും ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ആദ്യം തന്നെ നമ്മൾ ഓരോ ഭാഗങ്ങളായിട്ട് ചെക്ക് ചെയ്ത് വേണം ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ബോഡിയിലോട്ട് ഇത് കൃത്യമായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഇത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ, ഓരോ സമയത്ത് ഏതെങ്കിലും ടയർ ഏതെങ്കിലും സൈഡിലോട്ട് കൂടിയാണോ കുറഞ്ഞാണോ ഇരിക്കുന്നതെന്നൊക്കെ അങ്ങനെല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഒട്ടിച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമ്മളത് കൃത്യമായിട്ട് ഉറപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കണം, ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണം ടയർ എവിടെയെങ്കിലും തട്ടുന്നുണ്ടോയെന്നും അതുകൊണ്ടൊക്കെ ഇനി കറങ്ങുന്ന സമയത്ത് എവിടെയെങ്കിലും മുട്ടുന്നുണ്ടോ എന്നൊക്കെ നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിനകത്ത് വലിയ കുഴപ്പമില്ല, എന്നാലും ചെറിയ രീതിയിൽ അതിൻ്റെ ഇവിടെ വന്ന് തട്ടുന്നുണ്ട്. പക്ഷേ അത്ര ഒടിവ് ഇതിന് വരത്തില്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ ടയറിൻ്റെ സസ്പെൻഷനെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ ഇത് ഒത്തിരി അങ്ങ് ഇതാവുകയാണെങ്കിൽ ചെന്ന് മുട്ടും, അത് പിന്നെ നമ്മൾ നോക്കണ്ട, അത് നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പറും എല്ലാം വെക്കേണ്ടി വരും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ ബാറ്ററി ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ബാറ്ററിയുടെ കേസിനകത്തു നിന്ന് ഈ ബാറ്ററിയുടെ പിന്നെ നേരത്തെ വെള്ളിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണ് സ്ക്രൂ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യം ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ബാറ്ററി ഇട്ട് കൊടുക്കാം. ഈ ബാറ്ററി സൈഡിലോട്ട് വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ഇതിന് സ്വിച്ച് ഉണ്ട്, മറ്റേ വണ്ടിയുടെ കൂടെ തന്നെ കണ്ടില്ലേ ഓൺ ആയിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ PVC പൈപ്പ് ഷീറ്റാക്കി എടുത്തിട്ട് അതിനകത്ത് ചെയ്തെടുത്ത കുഞ്ഞൻ വില്ലിസ് ജീപ്പിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇത് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനി ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാനുണ്ട്. അതൊക്കെ ഞാൻ പുറകാലെ ചെയ്യാം. ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് നല്ല ലെങ്തി ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ഒഴിവാക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി വേണമെങ്കിൽ നിങ്ങൾ ദയവായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ബാക്കി ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങളുടെ റെസ്പോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ചെയ്തെടുക്കാൻ തന്നെ നല്ല മെനക്കേടുണ്ടായിരുന്നു. ഇതിനകത്ത് കുറേ അഡീഷണൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതിനകത്തിന് ലൈറ്റ് കൊടുക്കാനുണ്ട്, അതെല്ലാം കൊടുക്കാനുണ്ട്. ബാക്കിൽ നമുക്ക് അഡീഷണൽ സ്റ്റെപ്പിന് ടയർ കയറ്റാനുണ്ട്, പിന്നെ പെയിൻറ്റ് ചെയ്യാനുണ്ട്, പിന്നെ ഇതിൻ്റെ കട്ടനും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഇനിയും പെൻഡിങ് ആണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് ട്രയൽ റൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക, ഞാനിത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് ട്രയൽ അടിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ റിമോട്ടായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ പഴയ റിമോട്ട് തന്നെയാണ്, നമ്മുടെ പഴയ ആ ഒരു ടോയ് കാറിൻ്റെ റിമോട്ട് തന്നെയാണ്. അതിൻ്റെ സെയിം സിസ്റ്റം തന്നെയാണല്ലോ ഇതിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ റിമോട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്.